എൻ്റെ വിഘ്നേശ്വര, ഇന്നും താമസിച്ചല്ലോ. 8:30യുടെ ബസ് കിട്ടുമോ എന്തോ. ഈ ബസ് പോയാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. അതിൽ ചെന്നാൽ പഞ്ചിങ് ടൈം കഴിയുമല്ലോ എന്നും വിചാരിച്ചുകൊണ്ട് നടത്തത്തിൻ്റെ വേഗത കൂട്ടി. ഇതാണ് ആര്യൻ നന്ദ. നഗരത്തിലെ പ്രശസ്ത അഡ്വർടൈസിംഗ് കമ്പനിയായ GK അഡ്വർടൈസിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആര്യയ്ക്ക് ഒരു മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ നന്ദിനി ആര്യയെ പ്രസവിച്ചതോടുകൂടി മരണമടഞ്ഞു. അച്ഛനെക്കുറിച്ച് അറിയില്ല. ചോദിച്ചാൽ മുത്തശ്ശിക്ക് വിഷമമാണ്. അച്ഛൻ്റെ പേര് നന്ദകിഷോർ എന്നാണെന്നും അമ്മയ്ക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കുഞ്ഞിൻ്റെ പേരിൻ്റെ കൂടെ നന്ദ എന്ന് ചേർക്കണമെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ടാണ് ആര്യൻ നന്ദ എന്നിട്ടത്. +2 കഴിഞ്ഞതോടുകൂടി മുത്തശ്ശിയും ആര്യയെ വിട്ടുപിരിഞ്ഞു. പിന്നീട് കുറച്ച് സംഘടനകൾ ചേർന്ന് ആര്യയെ സ്നേഹതീരത്തിലെത്തിച്ചു. സ്നേഹതീരം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുറച്ച് കുഞ്ഞുങ്ങളും ജോലി തിരക്ക് മൂലം അച്ഛനെയും അമ്മയെയും നോക്കാൻ സമയമില്ലാത്ത മക്കൾ അവരുടെ വയസ്സായ അച്ഛനെയും അമ്മയെയും ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാ പേരും ഒരു കുടുംബം പോലെ കഴിഞ്ഞു വരുന്നു. ഹാവൂ, സമാധാനമായി. ബസ് പോയില്ല. ദൂരെ നിന്നേ കണ്ടു ബസ് സ്റ്റോപ്പിൽ തന്നെയും കാത്തു നിൽക്കുന്ന ദേവികയെ. ദേവിക ആര്യയുടെ കൂട്ടുകാരിയാണ്. ഡിഗ്രിക്ക് അവർ ഒരേ കോളേജിലാണ് പഠിച്ചത്. ഇപ്പോൾ ആര്യയുടെ കൂടെ GK ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു. ദേവികയ്ക്ക് അച്ഛനും അമ്മയും ഒരു ചേട്ടനുമാണുള്ളത്. അച്ഛൻ ടൗണിൽ പച്ചക്കറി കട നടത്തുന്നു. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. ചേട്ടൻ ഗൾഫിലാണ്. ആ, ഇന്ന് നീ താമസിച്ചു അല്ലേ? എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട്. ബസ് ഇതുവരെയും വന്നില്ല, ദേവിക പറഞ്ഞു. പിന്നെ ഭയങ്കര ഭാഗ്യമാണ്. വിഘ്നേശ്വരൻ കാത്തു. നിനക്കെന്താ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയാൽ? അത് കല്ലുമോൾക്ക് ചെറിയ പനി പോലെ. മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്തു വന്നപ്പോൾ താമസിച്ചു. സ്നേഹതീരത്തിലെ പ്രായം കുറഞ്ഞ അന്തേവാസിയാണ് 4 വയസ്സുകാരിയായ കല്യാണി എന്ന കല്ലുമോൾ. ആരോരുമില്ലാതെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയായിരുന്നു. അവിടെ നിന്ന് നേരെ സ്നേഹതീരത്തെത്തിച്ചു. അതിനുശേഷം അവൾ ഇവിടെയാണ്. അവളുടെ കളികളും ചിരിയും കുസൃതിയുമൊക്കെ ഇവിടെ ഉള്ളവർക്ക് ഒരു പരിധിവരെ ആശ്വാസമാണ്. അവരുടെ വിഷമങ്ങൾ മറക്കാനും ഒരു പരിധിവരെ കല്ലുമോൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഇല്ല, മരുന്ന് കൊടുത്തു. കുറവില്ലെങ്കിൽ വൈകിട്ട് ചെന്നിട്ട് കൊണ്ടുപോകാം. ആ, ബസ് വരുന്നു. നല്ല തിരക്കാണെന്ന് തോന്നുന്നു. ഇരിക്കാൻ സ്ഥലമൊന്നും കിട്ടില്ല, ദേവിക പറഞ്ഞു. ആ, കൊള്ളാം. നിൽക്കാനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇനി ഇത് എപ്പോൾ അങ്ങ് എത്തുമോ എന്തോ. ചെല്ലുമ്പോൾ പഞ്ചിങ് ടൈം കഴിഞ്ഞു കാണുമോ എന്തോ. പഞ്ചിങ് ടൈം കഴിഞ്ഞാൽ ഇന്നും ഹാഫ് ഡേ ലീവ് തന്നെ. ഇങ്ങനെയായാൽ ഈ മാസവും സാലറി ഒന്നും കാണുകയില്ല, ആര്യ പറഞ്ഞു. നീ പറഞ്ഞത് തന്നെയാണ് ശരി. ഈ മാസവും ഗോവിന്ദ. വേഗം കയറാൻ നോക്ക്. ശരി. അങ്ങനെ അവർ ഇരുവരും എങ്ങനെയും വലിഞ്ഞ് ബസ്സിൽ കയറി. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. അവർ ഓഫീസിലെത്തിയപ്പോൾ പഞ്ചിങ് ടൈം കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഹാവു, രക്ഷപ്പെട്ടു. നീ വാ എൻ്റെ പൊന്ന് ആര്യയെ. നീ കൈവിട്, ഞാൻ വരുവാ. പഞ്ച് ചെയ്ത് ആര്യ തൻ്റെ ക്യാബിനുള്ളിലേക്ക് നടന്നു. എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്നത് കണ്ടു. ആ, ഇന്ന് താൻ താമസിച്ചോ? ഇല്ല സന്ദീപേട്ട, കുറച്ച്. സന്ദീപ് ഇവിടുത്തെ മാനേജറാണ്. എല്ലാവരോടും വലിയ കാര്യമാണ്. ആര്യയുടെ കാര്യങ്ങളൊക്കെ സന്ദീപിനറിയാം. താൻ വേഗം ചെല്ല്, സാർ എത്തിയിട്ടില്ല. ശരി സന്ദീപേട്ട. കുറച്ച് സമയത്തിന് ശേഷം MD ആയ കൃഷ്ണകുമാർ സാർ വന്നു. എല്ലാവരും എഴുന്നേറ്റ് സാറിനെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് സാർ. ആര്യയും വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും അവരവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. എല്ലാവരും മീറ്റിംഗ് ഹാളിലേക്ക് വരാൻ സാറ് പറഞ്ഞു. സന്ദീപ് ഒന്ന് പറഞ്ഞു. എന്താ സന്ദീപേട്ട കാര്യം? ആര്യ ചോദിച്ചു. ആവോ, എനിക്കറിയില്ല ആര്യയെ. എന്തെങ്കിലും അർജൻറ്റ് കാര്യമായിരിക്കും. ദേവികെ, നീ വരുന്നില്ലേ? വാ, നമുക്ക് പോകാം. ദാ വരുന്നു. എല്ലാവരും വരൂ. എനിക്ക് അത്യാവശ്യമായി ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നാളെ മുതൽ ഞാൻ ഇവിടെ വരികയില്ല. പകരം എൻ്റെ മകനായ ഗൗതം കൃഷ്ണയാണ് ഇനി മുതൽ നിങ്ങളുടെ പുതിയ MD. സോ എനിക്ക് തന്ന എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ അവന് നൽകണം. ആൾക്ക് അല്പം മുൻചുണ്ടി കൂടുതലാണ്. എന്നാൽ ശരി, ഓക്കെ. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി. ഉച്ചയ്ക്ക് ദേവികയും ആര്യയും ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ വേറൊരു സ്റ്റാഫായ സുജിത ചേച്ചിയും സന്ദീപേട്ടനും കൂടി അങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ കഴിച്ചു തീരാറായോ? ഇല്ല ചേച്ചി, തുടങ്ങിയതേ ഉള്ളൂ. ചേച്ചി വാ, ഇവിടെ ഇരിക്കാം, ആര്യ പറഞ്ഞു. അല്ല ചേച്ചി, ചേച്ചിക്ക് അറിയുമോ സാറിൻ്റെ മോനെ? സാർ ഒരു പാവമായിരുന്നു. അതുപോലെയാണോ മോനും?
ആവോ, എനിക്കറിയില്ല ആര്യയെ. പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നതല്ലേ. എന്തായാലും നാളെ കാണാം. ശരിയാ. ഇതിനിടയ്ക്ക് ആര്യ 1-2 വട്ടം സ്നേഹതീരത്തെ വിളിച്ച് കല്ലുമോളുടെ വിശേഷങ്ങൾ തിരക്കിയിരുന്നു. ഓഫീസ് വിട്ടിടാൻ ദേവികയും ആര്യയും കൂടി ബസ് സ്റ്റോപ്പിലെത്തി സീറ്റ് പിടിച്ചിരുന്നു. എന്നാ ശരി ദേവികെ, നാളെ കാണാം. ശരി. നാളെ നേരത്തെ വരണേ, പുതിയ MD വരുന്ന ദിവസമാണ്. ഓ, നോക്കട്ടെ. നോക്കിയാൽ പോരാ, നേരത്തെ വരണം. വരാം. എൻ്റെ വിഘ്നേശ്വര, പുതിയ MD പാപമായിരിക്കണേ. സ്നേഹതീരത്ത് എത്തിയപ്പോഴേ കണ്ടു തന്നെയും കാത്ത് വാതിൽപ്പടിയിലിരിക്കുന്ന കല്ലുമോളെ. ആളിത്തിരി ഉഷാറായിട്ടുണ്ട്. ആ കല്ലുമോളെ, പനി മാറിയോ? മാറി ചേച്ചി. മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ചോ? മുത്തശ്ശി തന്നു ചേച്ചി. മോള് വാ. ആര്യ അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു കുട്ടികളെല്ലാം പുസ്തകവുമായി റെഡിയായി ഹാളിലിരിക്കുന്നത്. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇവിടുത്തെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത് ആര്യയാണ്. അതിനാണ് അവർ റെഡിയായി ആര്യ വരുന്നതും കാത്തിരിക്കുന്നത്. നിങ്ങൾ റെഡിയായോ? ദാ വരുന്നു. ഒരു 10 മിനിറ്റ്സ്. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വരാം. ഓക്കെ ചേച്ചി, കുട്ടികൾ പറഞ്ഞു. അന്നത്തെ ദിവസവും പതിവ് പോലെ കടന്നുപോയി. കൃഷ്ണേട്ടാ. എന്താ പപ്പി? എന്തിനാ താൻ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത്? അത് കൃഷ്ണേട്ടാ, കണ്ണൻ ഇതുവരെയും വന്നില്ലല്ലോ. ഓ, അവൻ ഇങ്ങ് വന്നോളും. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണും എന്നും പറഞ്ഞ് കൃഷ്ണകുമാർ ലാപ്പിലേക്ക് തിരിഞ്ഞു. ഏട്ടൻ എന്താ ഇത്ര അത്യാവശ്യമായി ചെയ്യുന്നത്? അത് നാളെ അത്യാവശ്യമായി അയക്കേണ്ട മെയിലുകൾ തയ്യാറാക്കുകയായിരുന്നു. അത് കണ്ണൻ ചെയ്യില്ലേ? ഇല്ലടോ, അവന് അത്ര പരിചയമായില്ലല്ലോ കാര്യങ്ങൾ. കൂടാതെ നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങുന്നതല്ലേ ഉള്ളൂ. കാര്യങ്ങൾ നന്നായി പഠിക്കട്ടെ. അല്ലെങ്കിലും അച്ഛനും മോനും കണക്കാ. ബാക്കിയുള്ളവരുടെ ടെൻഷനൊന്നും അറിയേണ്ടല്ലോ. താൻ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത്? തനിക്കിപ്പോൾ എന്താ വേണ്ടത്? കണ്ണനെ വിളിക്കണോ? ഞാൻ ഇപ്പോൾ വിളിക്കാം. റിങ് ചെയ്യുന്നുണ്ടല്ലോ. എടുക്കുന്നില്ല. ചിലപ്പോൾ ഡ്രൈവിങ്ങിലായിരിക്കും. താൻ ടെൻഷൻ ആവാതെ, അവനിപ്പോൾ ഇങ്ങെത്തും. ശരി. അപ്പോഴേക്കും ഗൗതത്തിൻ്റെ ബുള്ളറ്റ് വേട്ടി കടന്ന് പോർച്ചിലെത്തിയിരുന്നു. അവൻ വന്നു എന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കട്ടെ. നീ വന്നോ കണ്ണാ? എന്താ ഇത്ര താമസിച്ചത്? വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്താ? അത് പിന്നെ അമ്മേ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നോ നിനക്ക്? എന്നും പറഞ്ഞ് പത്മിനി പരിഭവിച്ചു. എൻ്റെ അമ്മക്കുട്ടി, പിണങ്ങാതെ. ഞാൻ ഇങ്ങ് വന്നില്ലേ, പിന്നെന്താ? നീ പോയി ഫ്രഷായി വാ. കഴിക്കാൻ എടുത്തു വയ്ക്കാം. വേണ്ടമ്മേ, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിച്ചു. കണ്ണാ. എന്താ ഡാഡ്? നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങണം. രാവിലെ പോകണം. അവിടെ സഹായത്തിന് മാനേജർ ഉണ്ടാവും. ഓക്കെ. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ് മോനെ. അമ്മേ ഗുഡ് നൈറ്റ്. ഇതാണ് കൃഷ്ണനിലയം. GK ഗ്രൂപ്പ്സിൻ്റെ MD കൃഷ്ണകുമാർ, ഭാര്യ പത്മിനി, മകൻ ഗൗതം കൃഷ്ണ. ഗൗതത്തിൻ്റെ പഠിപ്പെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാറിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കുറച്ചു കാലത്തേക്ക് കമ്പനിയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി നാളെ മുതൽ ഗൗതം കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. ഗൗതത്തിന് ഒരു അനുജത്തി കൂടിയുണ്ട്, ഗൗതമി കൃഷ്ണ എന്ന കുഞ്ഞി. ഗൗതത്തിൻ്റെ സ്വന്തം കഞ്ഞിപ്പെണ്ണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ MBBS പഠിക്കുന്നു.